ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ അടിപൊളി വീഡിയോ. എന്നോട് കുറേ പേര്, അതായത് എന്നെ പേഴ്സണലി അറിയുന്നവരും പേഴ്സണലി അറിയാത്തവരും ഇൻസ്റ്റാഗ്രാം വഴി പരിചയമുള്ളവര്, യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് അറിയുന്നവര്, അങ്ങനെയുള്ള എല്ലാവരും എന്നോട് കുറേ നാളുകളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീറ്റിന്റെ റിസൾട്ട് എന്തായി? അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ നീറ്റിന്റെ റിസൾട്ട് റിവീൽ ചെയ്യുന്നതാണ്. എന്നെ ഫോളോ ചെയ്തവരോടോ മെസ്സേജ് അയച്ചവരോടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ റിസൾട്ട്. സോ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാരും അറിയാലോ, പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യന് ഞാൻ ആൻസർ കൊടുത്താൽ മതിയല്ലോ. കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും, എന്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. സോ 5 വർഷം ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിനിമം സക്സസ്ഫുള്ളി ഞാൻ എന്റെ 5ാമത്തെ വർഷവും കളഞ്ഞിരിക്കുകയാണ്. എനിക്ക് നീറ്റ് എക്സാമിന് മാർക്ക് വളരെ കുറവാണ്. ആൻഡ് എനിക്ക് നീറ്റ് എക്സാം കിട്ടിയില്ല. സോ അപ്പം അതാണ് എന്റെ റിസൾട്ട്. കറക്റ്റ് മാർക്ക് എത്രയാണെന്ന് പറയാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിൾ ഇല്ല. എന്നോട് കുറെ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ വെച്ചാല്, ഇനി എന്താ പ്ലാന്, എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? സോ അതെന്താന്ന് വെച്ചാല്, ഞാൻ കുറേ കുറേ ആലോചിച്ചു. കുറേ ഇങ്ങനെ മനസ്സിലിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 അതിങ്ങനെ തലയിലിട്ട് ഒരുപാട് ആലോചിച്ചിട്ട് ഞാനൊരു തീരുമാനം എടുത്തു. അതായത് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ഓൾറെഡി 5 വർഷം ഇതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. വയസ്സ് ഇങ്ങനെ കൂടി കൂടി വരികയാണ്, വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞ കാര്യമാണ്, നീ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന എന്തിനാ? അത്രയ്ക്കും വെർത്താണോ ഇത്? ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം നീ ഈ വർഷം കളയുന്നു. ഇനി ഈ എക്സാം എഴുതി കഴിഞ്ഞ് നിനക്ക് അത് കിട്ടി കഴിഞ്ഞിട്ട് നീ 5 വർഷം 6 വർഷം പഠിക്കണം. അത് കഴിഞ്ഞ് നീ PG എടുക്കണമെങ്കിൽ അതിനും പഠിക്കണം. അപ്പം നീ എന്തിനാ ഇത്ര സമയം കളയുന്നേ? നിനക്ക് വേറെ എന്തെങ്കിലും കോഴ്സിന് വെക്കൂടെ? നീ ഇപ്പൊ നേഴ്സിങ്ങിന് പോയിരുന്നെങ്കില് നിനക്ക് ഇപ്പൊ ഒരു നേഴ്സ് ആകാമായിരുന്നു. നീ ഇപ്പൊ ഒരു ഡിഗ്രിക്ക് പോയിരുന്നെങ്കില് നിനക്ക് ഒരു സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നേനെ. നീ ഇപ്പൊ ഒരു ഗ്രാജുവേറ്റ് ആയേനാ. വേറെ എന്തെങ്കിലും കോഴ്സിന് പോയി നിനക്ക് ജോലിക്ക് കയറായിരുന്നു. ഇങ്ങനെ പ്രായം കൂടി വരികയല്ലേ, വയസ്സ് കൂടി വരികയല്ലേ, വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നീയായിട്ട് നിന്റെ കരിയർ കളയുകയാണ്, നീയായിട്ട് നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യാണ് ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ പേരെന്നോട് പറഞ്ഞു. എന്നെ പേഴ്സണലി അറിയാവുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുറെ പേരെന്നോട് പറഞ്ഞു. അല്ലാണ്ട് കമന്റ്സിലെല്ലാം കുറച്ചു പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാരും പറയുന്നതിന്റെ കാര്യം അവർക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. ബിക്കോസ് ഇങ്ങനെ ഫ്യൂച്ചറിൽ കളയുന്നു എന്ന് കാണുമ്പം ആരാണെങ്കിലും പറഞ്ഞു പോകും. പക്ഷേ ആർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ദിസ് ഇസ് മൈ ഡ്രീം. എന്റെ എന്റെ സ്വപ്നമാണ്, എന്റെ ആഗ്രഹമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും ജീവിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്ന ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും? ജീവിക്കാൻ ഒരിതുണ്ടാവില്ല. സോ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. ആൻഡ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം പലർക്കും ദഹിച്ചു കൊള്ളണമെന്നില്ല, അതായത് അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നില്ല. ബിക്കോസ് ഞാൻ എടുത്ത തീരുമാനം അത് എന്റെ മാത്രം തീരുമാനമാണ്. ഞാൻ ആരോടും അതിന് അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഞാൻ ആരുടെയും അഭിപ്രായം കേട്ടിട്ടില്ല. ഞാൻ എടുത്ത തീരുമാനം എന്താന്ന് വെച്ചാല്, ഞാൻ 6ാമത്തെ വട്ടവും നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ഞാൻ ഇനി അടുത്ത വർഷം എക്സാം എഴുതാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോ കുറച്ചു പേരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും, ഇവളെന്ത് മണ്ടിയാ, ഇവളെന്ത് മണ്ടത്തര കാണിക്കുന്നത്, ഇപ്പൊ ബുദ്ധിയില്ലേ എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹമാണ്, സ്വപ്നാണ്. ആ ഒരൊറ്റ കാര്യം ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് പിന്നെ ഞാൻ അത് ട്രൈ ചെയ്തില്ല. ഒരു ഇത് വരുമ്പോൾ സമയം, ഇനി ഒരു സമയം വരുമ്പോഴത്തേക്കും കുറച്ചു നാള് കഴിഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ ആലോചിച്ച് എനിക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. മേ ബി ഞാൻ 1 വർഷം കൂടെ ചെയ്തില്ലെങ്കിൽ എനിക്കത് കിട്ടിയേനെ എന്നുള്ള റിഗ്രറ്റ് എനിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത്. ആൻഡ് ഈ ഒരു കാര്യത്തിന് ഞാൻ ആരുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ
കുറെ കുട്ടികള് എനിക്ക് മെസ്സേജ് അയച്ചു, കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ച കാര്യമാണ്, ചേച്ചി ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഒരു പ്ലാൻ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്. വീട്ടില് സമ്മതിക്കില്ല ഇനി റിപ്പീറ്റ് ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന്, പക്ഷെ വീട്ടില് സമ്മതിക്കില്ല. ഇനി അവര് ചെയ്യണ്ടെന്നാണ് പറയുന്നത്, വേറെ കോഴ്സ് എടുക്കാനാണ് പറയുന്നത്, സമയം കളയരുതെന്നാ പറയുന്നത് എന്നൊക്കെ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് പറ്റും എന്ന് ഒരു വിശ്വാസമുണ്ട്, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ 100% കൊടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്, ഒരു വട്ടം കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് എനിക്ക് നല്ല പോലെ അറിയാം ഇതിന്റെ സ്ട്രെസ് എന്താണെന്ന്, ഇതിന്റെ പെയിൻ എന്താണെന്ന്, കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വിഷമം, അത് ഞാൻ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടുള്ള ആളാണ്. സോ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളോട് ചെയ്യണ്ട എന്ന് പറയുമ്പോ പാരന്റ്സ്, ശരിയാണ്, പാരന്റ്സ് അവര് മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്, ഈ വർഷങ്ങൾ കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ ജീവിക്കാൻ പോകുന്നതും നമ്മള് ജോലി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. സോ നിങ്ങള് പറ്റുന്നത്രയും നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ 100% കൊടുക്കാൻ പറ്റും, നിങ്ങൾ ഉഴപ്പില്ല, നിങ്ങളുടെ എല്ലാ ഇതും മാറ്റി വെച്ച് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കും, നിങ്ങൾ നല്ല പോലെ പഠിക്കും എന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർഷം ഇനി ഉള്ള സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ഇനി ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാവുള്ളൂ. അതല്ല പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ കോൺസെൻട്രേഷൻ പോകും, ഞാൻ ഉഴപ്പിപ്പോകും, എനിക്ക് പഠിക്കാൻ പറ്റാതായി പോകും, എനിക്ക് കിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം ഇല്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ ഇനി വർഷം കളയരുത്, നിങ്ങളുടെ സമയവും കളയരുത്. ഇനി നമ്മുടെ ചാനലില് കുറെ കണ്ടന്റ്സ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവും. സോ അടുത്തടുത്ത വീഡിയോസ് കാണാൻ, നമുക്ക് ഈ ഒരു ജേർണി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് എല്ലാം ശരിയാക്കി എടുക്കാം. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് എന്റെ റിസൾട്ട് ഒന്ന് റിവീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചവരോട് അവരുടെ ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ആൻസർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു ചെറിയൊരു വീഡിയോ ഇത്. അപ്പോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതുവരെയൊക്കെ കണ്ടവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പം ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഓൾ.